പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. താൻ കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. സ്നേഹം അഭിനയിക്കുന്നവർ പലയിടത്തും വിജയിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം. സ്വന്തം താൽപ്പര്യങ്ങൾക്കൊപ്പം തൻ്റെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സങ്കടകരമായ നിമിഷങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളുമുണ്ട്. അത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ആണെങ്കിൽ പോലും. ഒരാൾക്ക് ഒരാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതോടുകൂടി ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്നത്തേതിനേക്കാൾ നല്ല ദിനങ്ങളായിരിക്കും തനിക്ക് നാളെ വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിന് വിപരീതമായി ചിന്തിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഉണരുവോളമുള്ള ആയുസ്സേ ഉണ്ടാകൂ. പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങൾക്ക് ഒരു ജന്മത്തിൻ്റെ ആയുസ്സു തന്നെയുണ്ടാകും. തൻ്റെ ചിന്തകളാണ് ശരിയെന്നും താൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും താൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്നും ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ നടക്കാതെ വരുമ്പോൾ അത് അവരിൽ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. സൗമ്യമായ സംസാരവും അതിനോടൊപ്പം ആക്റ്റീവുമായ സ്ത്രീകളോടാണ് പുരുഷന്മാർക്ക് പൊതുവെ താൽപ്പര്യം. നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു പാഠശാലയാണ്. നമുക്ക് പഠിക്കാനുള്ള പല പാഠങ്ങളും അവിടെ തന്നെയുണ്ട്. കയ്യിലുള്ളതിനേക്കാൾ നല്ലതോ മോശമായതോ ലഭിക്കുമ്പോഴാണ് കയ്യിലുണ്ടായിരുന്നതിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒരാൾ വാങ്ങുന്ന ശമ്പളമോ ധരിക്കുന്ന വസ്ത്രമോ പാർക്കുന്ന ഭവനമോ അല്ല അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത്. ഒരാളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയോ വിലപേശുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ ലഭിക്കുന്ന സ്നേഹത്തിന് 1% പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല. എത്ര ഉയരത്തിൽ പറക്കുന്നവനായാലും നിലയുറപ്പിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങണം. അതുകൊണ്ട് ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കാതിരിക്കുക. ദൈവം എല്ലാം നന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ ഇടപെടുമ്പോൾ അവ തിന്മയുള്ളതായി മാറുന്നു. ഒരാളെ മനസ്സിലാക്കിയിട്ട് ഇഷ്ടം പറയുന്നതും ഒരാളെ മനസ്സിലാക്കാതെ ഇഷ്ടം പറയുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ജീവിച്ചിരിക്കുന്നവർ പണത്തിനും സ്ഥാനമാനങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നു. എന്നാൽ മരിച്ചവർക്കോ സത്യമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. മറ്റുള്ളവർ നിങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കുക. ജീവിതത്തിൽ 4 കാര്യങ്ങൾ ഒരിക്കലും മടങ്ങി വരില്ല: കഴിഞ്ഞുപോയ സമയം, സംസാരിച്ചു പോയ വാക്ക്, മുൻകാല ജീവിതം, നഷ്ടമായ അവസരം. ചിലർ മഹാന്മാരായി ജനിക്കുന്നു, മറ്റു ചിലർ മഹാന്മാരായി തീരുന്നു. ചിലരുടെ മേലാകട്ടെ മഹത്വം അടിച്ചേൽപ്പിക്കുന്നു. ശരീരം കൊണ്ട് സ്നേഹിക്കുന്നവരെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഈ ലോകത്ത് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരെ കിട്ടണമെങ്കിൽ ഭാഗ്യവും കടാക്ഷിക്കണം. ഓരോ നഷ്ടവും നമുക്ക് ഓരോ തിരിച്ചറിവുകളാണ് നൽകുക. പക്ഷേ അപ്പോഴേക്കും കാലം ഒത്തിരി മുന്നോട്ട് പോയിരിക്കും. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ മറികടക്കാൻ നിങ്ങൾക്കറിഞ്ഞിരിക്കണം. നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ അവസാനം വരെയും നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങളെ തളർത്താൻ 1000 പേരുണ്ടാകും. എന്നാൽ നിങ്ങളെ ഉണർത്താൻ നിങ്ങൾ തന്നെ വിചാരിക്കണം.
വിഡ്ഢികൾ വിജയം സ്വപ്നം കണ്ടു വെറുതെയിരിക്കുന്നു. ബുദ്ധിമാന്മാർ എഴുന്നേറ്റു കഠിനാധ്വാനം ചെയ്തു വിജയം കൊയ്യുന്നു. ഒരാൾ എത്ര മോശമായി പെരുമാറിയിട്ടും മറ്റേയാൾ മാറിപ്പോകുന്നില്ലെങ്കിൽ അതിനു സ്നേഹം, ഗതികേട്, ലക്ഷ്യം എന്നീ 3 കാരണങ്ങളാണുള്ളത്. തൻ്റെ പങ്കാളിയുടെ മാനസിക ഇഷ്ടത്തിനോ താൽപ്പര്യങ്ങൾക്കോ യാതൊരു പരിഗണനയും കൊടുക്കാത്ത പുരുഷൻ അവരുമായി ശാരീരിക ബന്ധത്തിന് മാത്രം താൽപ്പര്യം കാണിക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിൽ ആത്മാർത്ഥത വളരെ കുറവായിരിക്കും. ജീവിതത്തിന് വിലപേശലൊന്നുമില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനും ഒരു വിലയുണ്ട്. നാളെ നിങ്ങൾ ആരാണെന്ന് ഇന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തീരുമാനിക്കുന്നു. ഒരിക്കലും നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. സ്നേഹം അത് അറിഞ്ഞു നൽകേണ്ട ഒന്നാണ്. ഒരു സ്വപ്നം സഫലമായാൽ ഉടനെ അതിൻ്റെ ലഹരി നഷ്ടപ്പെടും. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങളുടേതാണ്. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം എനിക്കുള്ളതും. അതിനാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാകില്ല. ജീവിതം നമ്മെ പല വേഷങ്ങൾ കെട്ടിക്കുന്നു. സ്വപ്നങ്ങൾ പല കാഴ്ചകളും കാണിക്കുന്നു. എന്നാൽ സ്നേഹം എന്നത് നല്ല മനസ്സുള്ളവർ തരുന്ന സമ്മാനമാണ്. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0-യിൽ നിന്നാണ്. വാശിയെ വാശി കൊണ്ട് തോൽപ്പിക്കാൻ ആർക്കും കഴിയും. എന്നാൽ വാശിയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ അത്രയും ക്ഷമയുള്ളവർക്കേ സാധിക്കൂ. ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ആത്മാർത്ഥതയുള്ള സ്നേഹം അത് മാതാവിൻ്റെ സ്നേഹമാണ്. സ്നേഹം അഭിനയിക്കുന്നവർ മാത്രമേ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മോട് അകലുകയുള്ളൂ. ആത്മാർത്ഥമായി സ്നേഹിച്ചവർ എന്നും കൂടെ തന്നെയുണ്ടാകും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കുകയും ആ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. നമ്മൾ സ്വപ്നം കാണുന്ന സ്വപ്നങ്ങൾ നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. ഈ ചിന്തകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണേണ്ടതും. പലപ്പോഴും ഈ ലോകം സ്നേഹം അഭിനയിക്കുന്നവർക്ക് ഉള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പലപ്പോഴും പരാജയപ്പെടുന്നു. നിനക്ക് പരാജയം വരുമ്പോൾ അതിനെ നീ ഭയപ്പെടരുത്. പകരം ആ പരാജയത്തെ ധൈര്യത്തോടെ നേരിടുക. വിജയം നിനക്കായിരിക്കും. ജീവിതത്തിൽ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടാത്ത പലതുമുണ്ട്. അതിലൊന്ന് അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തിയ ചില സ്നേഹബന്ധങ്ങളാണ്. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ആകർഷണം തോന്നിക്കാനുള്ള 3 കാര്യങ്ങളാണ് ആ സ്ത്രീയുടെ സൗന്ദര്യം, സ്വഭാവം, സാഹചര്യം എന്നിവ. സ്നേഹം കൊതിക്കാത്ത ഒരു മനസ്സും ഭൂമിയിലുള്ളതായി തോന്നുന്നില്ല. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പഠിക്കുക.